ഈ വെടിയാമട്ട് പോകുന്ന പറഞ്ഞാൽ 1 പൊട്ടി 2 പൊട്ടി 3 പൊട്ടി 7 പൊട്ടി 14 പൊട്ടി എങ്ങനെ പോകുന്നത് ആ രീതിയാണ്. ഇത് കുറച്ചുകൂടെ ചേർത്ത് വെട്ടും. ചേർത്ത് വെട്ടി കഴിയുമ്പോ ഇതിനകത്ത് ഇത് പിന്നെ ചിലപ്പോ ഇത് നശിച്ചു പോകും. അന്നേരം പുറകിൽ ഇറങ്ങി ഇത് കൊടുക്കുന്നത്. നമ്മളിന്ന് എത്തിയിരിക്കുന്ന പെരുമ്പാവൂരിനടുത്ത് കീഴിലം എന്ന സ്ഥലത്ത് പരുത്തുപോലിൽ പൗലോസേട്ടന്റെ അടുത്താണ്. പൗലോസേട്ടാ, ഈ റംബൂട്ടാൻ കൃഷി ചെയ്യാനുള്ള സാഹചര്യം എന്നാ? അതിപ്പോ ഞാൻ ആദ്യമേന്ന് തന്നെ ഇത് 2014 ഈ റംബൂട്ടാനെ പറ്റി കേൾക്കുന്നത്. തൊട്ടടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് ഞാൻ ഒരു 8 തൈ വാങ്ങിച്ചു. അതൊരു 3-4 വർഷം അത് കായ്ച്ചു. അപ്പൊ ഭയങ്കര ഡിമാൻഡ് അതിന് ഇവിടെ. നല്ല ഡിമാൻഡും ഈ കുറച്ചേ ഉള്ളത്. അന്നൊക്കെ 160 രൂപ 200 രൂപ വില കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഇങ്ങനെ സ്ഥലത്ത് അവിടെ പാലായില് വരണങ്ങ, അതെ, അവിടെ ഇങ്ങനെ റംബൂട്ടാൻ തൈ ഞാൻ അങ്ങനെ അന്വേഷിച്ച് പോയിട്ട് അന്നേ കാലത്ത് ഒരു 80-85 തൈ വാങ്ങിച്ചു. അന്ന് ബൾക്കായിട്ട് വാങ്ങിച്ചു. തൈരപ്പത്തോട്. അപ്പൊ ഇവിടെ എല്ലാം റബ്ബർ നിൽക്കുമായിരുന്നു. റബ്ബർ വെട്ടിയിരുന്ന കാലമാണ്. പിന്നെ JCB കൊണ്ടുവന്ന് ഇളക്കി ഒരു 25-30 അകലത്തില്, 25 അകലവും അല്ല ഇതും തൈകള് തമ്മിൽ 30 അടി അകലത്തിൽ. എന്നോട് ഈ ഓണർ പറഞ്ഞാ വിട്ട് ഇത്ര അകലത്തിൽ വെക്കണം. അങ്ങനെ തൈ വെച്ചു. ഇപ്പൊ പിന്നെ ഇത് 4ാം വർഷം നന്നായിട്ട് കായ്ച്ചു. ഇതിപ്പോ 4-3-7 8ാമത്തെ വർഷം. ശിഖരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അങ്ങനെ അല്ല. അതിനിപ്പോ ഞാൻ അങ്ങനെ ഒരു ഇതുണ്ട്. അന്നേരം പ്രൂൺ ചെയ്താൽ മതി. പ്രൂൺ ചെയ്താൽ ഇത് കുറച്ചൊക്കെ പ്രൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ പ്രൂൺ ചെയ്ത് തുടങ്ങി. അത് പറിച്ച് തീർച്ചയായും പറഞ്ഞ ഒരു 40-40 വരുമല്ലേ ഏറ്റവും നല്ലത്? 40-40 വരുമെന്നല്ലേ. അപ്പൊ അത് വളരെയധികം കൃഷിക്കാർ ശ്രദ്ധിക്കണം. ഇനിയുള്ള ആളുകളും ഒരു അതിന് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇനി ഇതിന്റെ ഈ കാണുന്ന ഉയരത്തിൽ കൂടുതൽ വിടൂല. അപ്പൊ മണ്ട വെട്ടിവിടും. നെറ്റ് ഇടാനും എളുപ്പം. പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് പടത്താൻ നോക്കും. അതിനാണ് ഈ 40-40 വരുന്നത്. അതെ അതെ. ഓരോ ചെടിക്ക് അന്നേരം 20 വെച്ച് കിട്ടും. അതെ. ഈ താഴെ കിടക്കുന്ന കൊമ്പെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞാല് വരുന്ന കൊല്ലം കായ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് ഈ ലെവലിൽ തന്നെ വരും. കഴിഞ്ഞ വർഷം ഞാൻ ഇതെല്ലാം ഇതുപോലെ പ്രൂൺ ചെയ്തതാ. എല്ലാം 40 അടി കാലത്ത് വെക്കുവാണെങ്കിൽ പ്രൂൺ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ വരും. അല്ല, അന്നേരം എത്തും. കുറെ കഴിയുമ്പോ എത്തും. 40 അടി കാലത്ത് വെച്ചാലും എന്റെ അഭിപ്രായത്തില് ഒരു 30 ധാരാളം മതി. 30-35. മണ്ട മുറിക്കാനില്ലല്ലോ. ആ ഇതല്ലേ ഉള്ളൂ. അതിന്റെ അറ്റങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങ് പടർന്നു വരും. അപ്പൊ അവിടെ നിന്ന് എല്ലാം കിളുത്ത് പൊട്ടും. വരുന്ന വർഷത്തെ അത് പൂക്കുകയും ചെയ്യും. ഇതിന്റെ കൃഷി രീതി എങ്ങനെയാ? ഇത് കൃഷി രീതി ആദ്യം ഞാൻ ഇതുപോലെ JCBക്ക് കളച്ചു. മൊത്തം കളച്ചിട്ട് അതിന്റെ ഈ ഇത്രയും അകലത്തില് തോടെടുത്തു. വളം ഇടാമെന്നുള്ള കണ്ടീഷനിലും കാനകൾ എടുത്തു. എന്നിട്ട് അതിന്റെ ഒരു സൈഡില് ഇപ്പൊ നട്ടേക്കുന്ന കണ്ടില്ലേ, ആ കാന എടുത്തിട്ട് അതിന്റെ സൈഡിലാണ് നട്ടേക്കുന്നത്. അപ്പൊ ഈ തോട്ടിലും ഇതിട്ട് കൊടുക്കും. പിന്നെ ഞാൻ ഈ സ്പ്രിംഗ്ലർ കണ്ടില്ലേ, മൊത്തം സ്പ്രിംഗ്ലർ ഇട്ടേക്കാം. ഞാൻ തന്നെ ഇട്ടതാ. എനിക്ക് പണ്ട് ഈ വാനില കൃഷി ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഇതിനെ നല്ല പരിചയം കിട്ടി. ഞാൻ വേറെ അടുത്ത് പോയി പഠിച്ചു. അതെല്ലാം സ്പ്രിംഗ്ലർ ഇട്ടു. മൊത്തം സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. എത്ര മാസം നനയ്ക്കും? വേനൊക്കെ ഒരു ഡിസംബർ അതായത് നമ്മുടെ വലിയ മഴ കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തേക്ക്, 2 മാസം ചിലപ്പോ 1.5 മാസത്തേക്ക് ഈ തൈയെല്ലാം അങ്ങോട്ട് വാടും. ഇല നമുക്ക് കണ്ടാൽ പാവം തോന്നും. നമുക്ക് തന്നെ നനയ്ക്കണമെന്ന് തോന്നും നമ്മുടെ ഉള്ളില്. എന്നാലും നനയ്ക്കൂല. നനച്ചങ്ങ് എല്ലാം ഏതാണ്ട് ഒരു പരുവത്തിന് വാടും. ആ വാടി കഴിയുമ്പോഴത്തേക്കും ഇത് പതുക്കെ പൂത്തു തുടങ്ങും. പൂക്കാൻ തുടങ്ങും. ആ പൂക്കാൻ തുടങ്ങുമ്പോ പിന്നെ നനച്ചു കൊടുക്കും. അപ്പൊ എല്ലാം നല്ല ശക്തിയായിട്ട്. ആവശ്യമല്ല 2 മാസത്തെ ഉണക്കം. അതിന്റെ അകത്ത് ചെറുതെങ്കിലും പക്ഷെ വലിയൊരു പോയിന്റ് അതിന്റെ അകത്ത് കിടപ്പുണ്ട്. കാരണം വാടി തളർന്ന് ആ ചെടി ഇവിടെ നിന്ന് നശിക്കുന്ന ഉറപ്പ് വന്നു കഴിയുമ്പോൾ ഒന്നേ മഴ പെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കും. അപ്പൊ അവൻ എങ്ങനെയും രക്ഷപ്പെട്ടു പോരാൻ വേണ്ടി അതായത് ഒരു മൂർഖം പാമ്പോ അല്ല ആന കടുവായ നമ്മളെ പിടിക്കാൻ വന്നാൽ നമ്മൾ വാടി മരത്താ കയറുന്ന് പറഞ്ഞാലേ എങ്ങനെ കയറിയെന്ന് നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു തത്വത്തിൽ ഇവൻ പൂർവാധിക ശക്തിയിൽ കയറി വരും. ആദ്യത്തെ വർഷമൊന്നും എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. നന ഒരു ശരിക്കും പറയാ എപ്പോഴും കൊണ്ട് വെള്ളം ഒഴിക്കാതിരിക്കാൻ വെള്ളം ഒഴിക്കാൻ വലിയ. പിന്നെ അത് കഴിഞ്ഞേ പൂത്ത് തുടങ്ങിയ പിന്നെ ഉണങ്ങാൻ സമ്മതിക്കൂല. ഉണങ്ങാൻ ഇഷ്ടമാതിരി വെള്ളം എനിക്ക് ദൈവം സഹായിച്ചിട്ട് അത് വേറെ വലിയൊരു അനുഗ്രഹം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഒന്നരാടെ ഈ സ്പ്രിംഗ്ലർ ഇട്ടിട്ട് അങ്ങ് രാവും പകലും അങ്ങ് മാറ്റിയിട്ട് കൊടുക്കും.
അപ്പൊ ഇത് രാത്രിയൊക്കെ ഒരു 10 മണിയായിട്ട് മോട്ടർ നിർത്തുള്ളൂ. അപ്പം സാർ പറഞ്ഞ കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട വെള്ള സൗകര്യം വേണം. വെള്ള സൗകര്യം. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയും വെള്ളം വേണോ, ഇതിന്റെ വെള്ളം ഇത്രയും വെള്ളം കൊടുത്തിട്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ കണ്ടില്ലേ ദൈവം അനുഗ്രഹിച്ചിട്ട് എന്റെ ഇതെല്ലാം നല്ല ബുഷായിട്ട് നിൽക്കണ കണ്ടില്ലേ. അപ്പൊ വെള്ളം കൊടുത്തില്ല പൂവിടുത്തം കുറയും. പൂവിടുത്തം കുറയും. അതെ, എന്നാലും കുറച്ചൊന്ന് കൊഴിഞ്ഞു പോകും. അത് ഞാൻ പല കൃഷി ഓഫീസർമാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞ നാച്ചുറൽ ആയിട്ട് അത് അവനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോ ചെടി റിജക്ട് ചെയ്യും. അങ്ങനെ റിജക്ട് ചെയ്യും. ഒരു പരിധി വരെ നമുക്ക് പറ്റുള്ളൂ. ഈ ആവറേജ് ഈ ഒരു ചെടിയെന്ന് എത്ര കിലോ കാകൾ കിട്ടാറുണ്ട്? ആവറേജ് ചെയ്തപ്പോ ഇതിനകത്ത് ഒരു 50 to 70 കിലോ കായ കിട്ടും. മൊത്തം പറിച്ചാല് ഒരു ചെടിയെന്ന്. അത് എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവുകയില്ല. 7000 3021 ശരിക്കും പറയുന്നത് 10,000 രൂപ 10,000 രൂപ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടിയൊന്നും കിട്ടൂല. ഈ ചെടിയൊന്നും അത്ര ഇല്ല. അല്ല, അതൊരു ആവറേജ് 50 കിലോ കിട്ടും. ആവറേജ് 50 കിലോ കിട്ടും. എങ്കിലും ഇന്നത്തെ വില അനുസരിച്ച് 7,000 രൂപ കിട്ടുന്നുണ്ടല്ലോ. 7,000 രൂപ കിട്ടും. 2.25 ലക്ഷം രൂപ 3 ലക്ഷം രൂപ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇയർ പ്രതീക്ഷിക്കാം. അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അതിൽ കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞ ചെലവ് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ വേറെ ഇനിയിപ്പോ പ്രൂണിങ്ങിന് ഒരു ചെലവാണ്. ഒരു 2-3 ദിവസം വേണം. ഒരു 2 പേര് വെച്ച് നിന്ന് ഞാനിങ്ങനെ കൂടെ നിന്നാല് പ്രൂണിങ്ങിന് ചെലവുണ്ട്. അത് കഴിഞ്ഞപ്പോ ഈ പ്രൂൺ ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയാണ്. അതിപ്പോ ഈ ഇതല്ലേ ഇതിന്റെ ഇങ്ങനെ വരെ തലകൾ ഒടിച്ചു കൂടുക. അതെ തലകൾ ഇതേ ഇവിടെ വെച്ച് ഒടിക്കും. കട്ട് ചെയ്ത് കളയും. ഇപ്പൊ കൈക്ക് നമ്മൾ ഒടിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒടിച്ചു കളയുമ്പോ ഈ തലപ്പത്ത് ശലക്കങ്ങൾ പൊട്ടും. കഴിഞ്ഞ വർഷേ വെട്ടിയതാ. ഇത് കഴിഞ്ഞ കൊല്ലം വെട്ടിയെടുത്തുന്ന ഒരു 6-7 ശലക്കങ്ങളായി. ഇനിയിപ്പോ ഈ ശലക്കങ്ങളുടെ മണ്ട ഒടിച്ചു വേറെ ഇതങ്ങ് ഒടിച്ചു കൂടും. അപ്പൊ ഇവിടുന്ന് ഇതുപോലെ മൊട്ടായിട്ട് ഇവിടെ മൊട്ടായിട്ട് വരും. അപ്പൊ ഈ വെടിയമൊട്ട് പോകുന്ന പറഞ്ഞാൽ 1 പൊട്ടി 2 പൊട്ടി 3 പൊട്ടി 7 പൊട്ടി 14 പൊട്ടി എങ്ങനെ പോകുന്നത് ആ രീതിയാണ്. ഇത് കുറച്ചുകൂടെ ചേർത്ത് വെട്ടി കഴിയുമ്പോ ഇതിനകത്ത് ഇത് പിന്നെ ചിലപ്പോ ഇത് നശിച്ചു പോകും. അന്നേരം പുറകിൽ ഇറങ്ങി ഇത് ശരിക്കും പറയാം പ്രൂണിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പുതുതായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല ചെയ്യുന്ന സമയത്ത് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഒന്ന് കാണുന്നത് നല്ലതാണ്. ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ. ഞാൻ ഇതിങ്ങനെ വേറെ ഇതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിന് എല്ലാ വർഷവും ഒരു ചാക്ക് ആട്ടിന്റെ കാഷ്ടം മസ്റ്റായിട്ട് ഇട്ടിരിക്കും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കോഴി വളർത്തലുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ കോഴി ഒരേ ചാക്ക് കോഴി അപ്പൊ ഒരു പ്രാവശ്യത്തെ ഒരു വളർത്തൽ ആ ഒരു പീരീഡ് കഴിയുമ്പോ 2000 കോഴി അത് സ്വന്തം പുരയിടത്തിലേക്കുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. അതെ അതും കൂടെ ഉണ്ട്. പിന്നെ അതിലൊരു 45 ദിവസം കഴിയുമ്പോ ഒരു 30,000 to 35,000 രൂപ വരുമാനമുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഇടുവല്ല. ഞാൻ അതായത് പണിക്കാരെ കൊണ്ട് ചെയ്യിച്ച് വേറെ ആള് വന്നിട്ടേക്കുന്ന. ഞാനിപ്പോ ഇത് അതിനെപ്പറ്റി എനിക്ക് അങ്ങ് പഠിച്ചു തന്നെ. എന്റെ സ്വന്തമായിട്ട് ഇടണം. അത് കുറച്ചുകൂടെ കഴിഞ്ഞതൊന്ന്. അപ്പൊ അതും ഒരു നമ്മുടെ പുരയിടത്തിലേക്കുള്ള 50 ചാക്ക് വളം കിട്ടും. 50 ചാക്ക് വളം കിട്ടും. പ്രൂണിങ് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൂണിങ് പറഞ്ഞു, നടീൽ രീതി പറഞ്ഞു, വെള്ളത്തിന്റെ ലഭ്യത പറഞ്ഞു, വള ലഭ്യത പറഞ്ഞു, രാസവളം തൊടാതിരിക്കുകയാണെന്നല്ലേ. പിന്നെ ഇതിന് രാസവളം ഹോർമോൺ പ്രയോഗം രാസവളം ഒരു പ്രാവശ്യം പൊട്ടാഷ് ഇട്ട് കൊടുക്കും. അതായത് ഇതിന്റെ ഈ ഇല കരിച്ചു കൊടുക്കും. ചില സ്ഥലങ്ങളിലൊക്കെ പൊട്ടാഷിന്റെ അംശം കുറവും. അപ്പൊ കുറച്ച് ഈ നനയോട് കൂടി തന്നെ കുറച്ച് ഒരു 1/2 കിലോ പൊട്ടാഷ് ഈ ഇല കരിയും ചിലപ്പോ. എല്ലാത്തിന്റെ ഇല്ല. അപ്പൊ മൊത്തത്തിലങ്ങ് ഇടും. ഈ പൊട്ടാഷ് അഡ്വാൻസ് ആയിട്ട് ഇട്ട് കൊടുത്താല് ഇതിന്റെ കാപിടുത്തം പിടിക്കാൻ കുറച്ച് കൂടുതൽ നിൽക്കും. പൊട്ടാഷ് ചെല്ലണം. പിന്നെ കാര്യം പറഞ്ഞാൽ ഇത്ര ഉത്പാദിപ്പിക്കുന്ന പൊട്ടാഷ്. പിന്നെ കാര്യം മറന്നുപോയി, ഞാൻ കക്ക ഇടും. pH ലെവൽ എല്ലാ വർഷവും ഇടും. ഇനിയിപ്പോ ഈ പ്രാവശ്യം ഞാൻ ഇത് കണ്ടേക്കണേ ഈ കടൽ കക്ക പൊടിച്ചതുണ്ട്. ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി കായൽ കക്ക പൊടിച്ചത് അത് 1 ടൺ പറഞ്ഞിട്ടുണ്ട്. 14,000 രൂപ. ഞാനിപ്പോ എന്റെ ജീപ്പ് കൊണ്ട് പോയി അവിടെ എടുക്കാന്ന് വെച്ചിട്ടിരിക്കുക. അപ്പൊ അതിനൊന്നും സമയമായില്ല. അതായത് സ്ഥായിയായ വിളകൾക്ക് പച്ചക്കക്ക ഏറ്റവും നല്ലതാണ്. പലരും പറയാനില്ല, ഞാൻ അനുഭവസ്ഥനാണ്. അതല്ലേ, ഞാൻ ഗ്യാരണ്ടിയാണ്. സ്ഥായിയായ വിളകൾക്ക് 3 വർഷക്കാലം 2-3 വർഷക്കാലം ഏകദേശം പച്ചക്കക്ക ഇട്ട് കൊടുത്ത നിൽക്കും. പെട്ടെന്ന് ഇത് ഇട്ട് കൊടുക്കേണ്ട തന്നാണ്ട് വിളകളിൽ അതായത് 3 മാസം 2 മാസമൊക്കെ ഉള്ളതിനാണെങ്കിൽ ഉമ്മായിപ്പൊടി, 1 വർഷമുള്ളതാണെങ്കിൽ ഡൊളാമെറ്റ്, ആ രീതിയിൽ. അത് വെച്ച് നോക്കുമ്പോൾ സ്ഥായിയായ വിളയാകുമ്പം നമുക്ക് കായൽക്കക്ക ഇടുക. അതിൽ കായൽക്കക്കയും കടൽക്കക്കയും തമ്മിൽ വ്യത്യാസമുണ്ട്. കായൽക്കക്ക എടുക്കാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട
ഫലം സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വലയിടിയില്. അത് ഏറ്റവും സാമ്പത്തിക ചെലവ് വരുന്നതും ഏറ്റവും ബുദ്ധിമുട്ടേറിയത്. അതാരാ ചെയ്യുന്നത്? നമ്മൾ വലയിട്ട് സംരക്ഷിക്കണം. അതെ, ഞാൻ ഈ മൊത്തം കൊടുക്കുവാണല്ലോ, 1 കിലോയ്ക്ക് 135 രൂപ വെച്ച് അവർക്ക് കൊടുത്ത്. അവരാണ് അതിന്റെ കണ്ടീഷൻ എന്നാ വെച്ചാല് വലയിട്ട്, അതായത് കിളിയൊന്നും നശിപ്പിക്കാതെ വലയിട്ട് പറിച്ച് പാകത്തിന് പറിച്ച് എന്റെ മുമ്പിൽ വെച്ച് തൂക്കം എടുത്ത് അതിന് 1 കിലോയ്ക്ക് ഇത്ര രൂപ. നമ്മളൊന്നും തോട്ടം കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇപ്പൊ നമ്മൾ എന്താ വെച്ചാല് നമുക്കിടെ പണിക്കാർക്ക് ഒഴിവുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്ന് സഹായിക്കാൻ വിടും. അപ്പൊ അന്ന് പറിച്ചു തീരാൻ താമസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് മാത്രമേ. മാനസികമായിട്ട് ചെയ്ത് കൊടുക്കുന്ന കൂടെ കൊടുക്കൂലോ. അത് ഏത് ജോലിക്കകത്ത് ഓണർ കൂടെ നിൽക്കുമല്ലോ. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി പോകും. അതെ. പിന്നെ എന്നാന്ന് വെച്ചാല് എനിക്ക് പിന്നെ ഇത് വേറൊരു ഇതും കൂടെ ഉള്ളത്, എനിക്ക് ഇഷ്ടമായി കനാലടുത്തുള്ളത് കൊണ്ട് ഇഷ്ടംമാതിരി വെള്ളം. ഈ പഴയ കാലത്തുള്ള മോട്ടർ 1962 മോട്ടോർ കണക്ഷൻ ആയിരുന്നു. അത് ഇന്നും നല്ല. അതെ, ഇന്ന് അത് നിൽക്കണു. അത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരിൽ അപ്പോഴും അത് കിടക്കും. അത് ഫ്രീയാ. അപ്പൊ ഞാൻ ഈ തോട്ടം നനയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ എനിക്ക് അത് ഒരു ക്ഷാമമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യവും വെള്ളം. റംബൂട്ടാൻ കൃഷിയിൽ ഇറങ്ങുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ലഭ്യത എന്നൊരു സന്ദേശമാണ് കൊടുക്കുക. ബാക്കി വിപണന കാര്യത്തിലോ വലയിടുന്നതിലോ ബാക്കി കൃഷി പരിപാലന രീതിയിലോ ഒരു പ്രശ്നമില്ല. പക്ഷെ വെള്ളം ഉള്ളിടത്ത് വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിനകത്ത് ഈ 1 or 2 ചെടിയൊക്കെ ഉള്ളവർക്ക് ഈ മൊത്തമായിട്ട് പറിക്കാൻ വരുന്നവർ അങ്ങോട്ട് പോകില്ല. അവർക്ക് ഇത് ഇവിടെ വന്ന് ഇത് അവർക്ക് വളരെ സുഖം. മറ്റേ കയറ്റവർക്കൊക്കെ ഉള്ളിടത്തൊക്കെ റംബൂട്ടാനുണ്ട്. ഇത് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 2 or 3 ചെടിയൊക്കെ ഉള്ളവർക്ക് ഈ തൊട്ടടുത്തുള്ള കടയിൽ കൊടുക്കും. അവര് പരമാവധി അവരെ താത്തി കളയും. അപ്പൊ പിന്നെ എല്ലാരും പറയും ഇതിന് 60 രൂപ വിലയുള്ള 70 രൂപ. ഇത് കേട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ഇത് വാങ്ങിച്ചേക്കണതിന് 70 രൂപയ്ക്കാണ് എനിക്ക് മതിയെന്ന് പറഞ്ഞ് അവനായിട്ട് ഒഴിവാക്കിയതാ. പിന്നെ അവനെ വീണ്ടും പറഞ്ഞ് 115 രൂപയ്ക്ക് പിന്നെ അവനെ കൊടുത്തു. അപ്പൊ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതാ ഇനിയിപ്പോ വരുന്ന വല്ലം ഇതിൽ കൂടുതൽ ആളുകള് ഇതിനു വേണ്ടി അന്വേഷിച്ചു. അതെ. ഇനി അതിന് വില കുറഞ്ഞു പോയി. എത്ര വന്നാലും ഇപ്പൊ ഒരു നമ്മുടെ ഇത് വെക്കാൻ പറ്റുന്നിടത്ത് ഒരു 70% സ്ഥലത്ത് ഇത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം കിട്ടണമല്ലോ. ഇത് നമ്മുടെ ഇപ്പൊ എറണാകുളം ജില്ലയിലാണെങ്കിലും പാലായൊക്കെ ആണെങ്കിലും വെള്ളമില്ലാത്തടത്തുമില്ല. ആ വെള്ളം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. അപ്പൊ അത് പ്രധാനപ്പെട്ട കണ്ടം വളരെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് തുനിഞ്ഞാൽ എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് ഒരു കാലത്തും വില കുറയൂല എന്നുള്ളതാണ് എന്റെ വിശ്വാസം കേട്ടോ. ഇനിയിപ്പോ ഒരു 70 രൂപ കിട്ടിയാലും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അത്രയ്ക്കുള്ള ചെലവേ ഇതിനുള്ളൂ. ഇതിനകത്ത് വാഴ നട്ടിട്ടുണ്ടല്ലോ. അത് തടസ്സമാകല്ലേ? തടസ്സമില്ല. ഞാനതെ ഒരു തമാശക്ക് വേണ്ടിയിട്ട് അങ്ങ് ഒരു 10-200 വാഴ വെച്ചേ ഉള്ളൂ. ഇത് ഇപ്പൊ കൊലക്കേണ്ട ഇതാണ് ഞാൻ വാങ്ങിച്ച വാഴ. ഇത് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ടതാ. ഇനിയിപ്പോ അത് ഒരു 1.5 മാസം കൂടെ വേണം. ഏതാണ്ട് ഓണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാലാ കൊല വെട്ടാറാവുള്ളൂ. ഇപ്പൊ പൊതുമ്പായിട്ടുള്ളൂ. ഞങ്ങളെ ഇവിടെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞു. അതെ, അതൊക്കെ അതെ, അതുപോലെ പൊതുമ്പായിട്ട് കൊല വരുന്നേ ഉള്ളൂ. ഇതിന് ചോലയാകുമല്ലേ തടസ്സങ്ങൾ വന്ന് വെള്ളം അതിനില്ല. അതിപ്പോ ഇത് കായ്ച്ചു കഴിഞ്ഞപ്പോൾ തടസ്സങ്ങളോ അല്ലെന്നേ, കായ്ച്ചു കഴിഞ്ഞപ്പോഴാണ് വാഴ വലുതായത്. മനസ്സിലായോ? ഇനിയിപ്പോ വരുന്ന പ്രാവശ്യം ഇത് നിർത്തും? ഇല്ല. അന്നേരത്തേക്ക് ഒരേ കണ്ണ് നിർത്തും. അന്നേരം ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഈ മറ്റുള്ള ഒരു ചെറിയ ഇതേ വരുള്ളൂ. അതുകൊണ്ട് ഇതിന് ദോഷമൊന്നും വന്നിട്ടില്ല. 7 വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന തോട്ടം ഇത്. അപ്പൊ വരുന്ന പ്രാവശ്യം വാഴ നിർത്തുമ്പോ 8ാം വർഷത്തിലേക്ക് പോകുന്നു. അപ്പൊ ഓരോ നിർത്തും കണ്ടുപോകാൻ കാവടയ്ക്കാനുള്ള സമയം കൊടുക്കുകയല്ല. ഒരു ഇടവരുമാനമായിട്ട് വൃത്തിയായിട്ട് കിടക്കാനുള്ള ഇതിൽ ഈ വാഴ ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് നമുക്കിത് പുല്ല് ചെത്തി കൂട്ടാൻ ഒരു ഈ കാരണം. അതിലുപരി ഈ കാനക്കകത്തൊരു വാഴപ്പോളയിലെ ഏറ്റവും വളമുള്ള സാധനമല്ലേ? അല്ല, അതൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ കിടക്കും. അഴുകിച്ചേരും. അതെ, അഴുകിച്ചേരും. അതെ, അബദ്ധം പറ്റി മേടിച്ചു. അല്ലെ ഞാൻ നമ്മുടെ നിങ്ങൾ പറയാറില്ലേ, നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. അന്നൊരു അപ്പൊ അതുകൊണ്ട് ദോഷമൊന്നും വരില്ല എന്ന് വിചാരിക്കണം. ഇത് നട്ടിട്ട് എത്ര വർഷമായി? അല്ല, എത്ര മാസമായി? ഇതിപ്പോ ഇപ്പോഴത്തെ നമ്മുടെ നാടൻ നേനമാണെങ്കിൽ ഇപ്പൊ കൊല വെട്ടേണ്ട സമയമായി. 9 മാസം കഴിഞ്ഞു. ഇനി അതൊരു 3 മാസം കൂടെ കഴിഞ്ഞാലാ. അപ്പൊ അത് ഇങ്ങനെ നല്ല കരുതുണ്ട്. ഒരു 10-15 കിലോ തൂക്കം വരും, കിട്ടും. അല്ല, 15 കിലോ ഒന്നും അല്ല, ഇതൊരു 8 പടലയല്ലേ? 8 പടലുണ്ട്. 8 പടലാണ്. അപ്പൊ ഇത് കൊല വെട്ടുമ്പോ ഒരു 20 കിലോയ്ക്ക് മുകളിൽ വരും എന്റെ ഒരു അഭിപ്രായത്തിൽ. ഏതാണ്ട് അത്രയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് അബദ്ധം പറ്റിയതാണോ? അബദ്ധം പറ്റിയതേ. നമ്മള് സാധാ വാഴയാ ഞാൻ ചോദിച്ചത്. അപ്പൊ അവര് കണ്ണ് കണ്ടാലേ അറിയാൻ പാടില്ല. വാഴ കണ്ണ് കണ്ടാലേ അറിയില്ല. അവര് തന്നു, ഞാൻ കൊണ്ടുപോയി നട്ടു. ഞാൻ എന്നും വന്ന് ഇതിങ്ങനെ തടിച്ചു വരുവാ.
അപ്പൊ പണ്ട് ഞാനിത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിനൊന്നും ഒരാളും കൈപ്പുറമാകുമ്പോ കൊലക്കുമായിരുന്നു. നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് കൊല പിടിക്കാം. ഇതിന്റെ വിത്ത് എവിടെ നിന്ന് മേടിച്ചാ? ഇത് അങ്കമാലിക്കപ്പുറം അവിടെ ഒരു സ്ഥലമുണ്ട്, അവര് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിത്ത. ഇപ്പൊ ഈ തൊടുപുഴ പാല ഇവിടെ എല്ലാം വരുന്ന വിത്ത് ഇപ്പൊ ഈ സ്വർണ്ണമുഖിയ. അപ്പൊ കർഷകനെ ചതിക്കപ്പെടുക. അപ്പൊ അതിന്റെ അനുസരിച്ച് അല്ല, ഇവിടെ പൗലോസേറിന് കുഴപ്പമില്ല, നനയ്ക്കാൻ സൗകര്യമുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് നനയ്ക്കാൻ സൗകര്യമില്ല, വേനൊക്കെ ഇത് ഒടിഞ്ഞു പോകും. അപ്പൊ ഒരു പ്രയോജനം കിട്ടിയല്ലോ. ഇനിയിപ്പോ അടുത്ത ഇതിലേക്ക് ഈ കണ്ണ് നിർത്തും, ബാക്കി എല്ലാ കണ്ണും കളയും. അപ്പൊ ഇത് നിർത്താൻ പറ്റും. അതങ്ങനെ നിന്നേക്കണ. ഇത് രണ്ടാമത്തെ ക്രോപ്പാ അത്. ഇതിക്കും അപ്പൊ ഇത് ഒറ്റവിട്ട് നിൽക്കുന്നോണ്ട് 2 വിത്ത് നിർത്താം അല്ലെ? 2 വിത്ത് നിർത്താം. അപ്പൊ ദൈവം സഹായിച്ചാൽ അടുത്ത വർഷം ഓരോടെ കിട്ടും. 2 കൊല്ലം കിട്ടും. ഇത് ഇനിയിപ്പോ ഇതിന്റെ ഒരു 1/3 പ്രായമായി. അതായത് ഇപ്പൊ ഒരു 3 മാസമായി. ഇനി ഒരു 8-9 മാസം കഴിയുമ്പോഴത്തേക്കും അത് കൊല വെട്ടാറാവും. അതാ അതിന്റെ രീതി. ഞാനിങ്ങനെ അപ്പൊ ഇതിനു മുമ്പ് തന്ന വാഴയുടെ വിത്ത് അത്. റംബുട്ടാന്റെ അകത്ത് ഈ വാഴ ഇങ്ങനെ നട്ടാ റംബുട്ടാൻ ഇവര് തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല. വളത്തിന് ഞാൻ രണ്ടുപേർക്കും സമൃദ്ധിയായിട്ട് കൊടുക്കൂല്ലേ? സമൃദ്ധിയായിട്ട് കൊടുക്കും. ഒന്നൊന്നിന് ദോഷമല്ല എന്റെ അഭിപ്രായത്തില്. പിന്നെ ഈ ഇതിന്റെ എരമ്പുണ്ടെങ്കിൽ തന്നെ ഇവിടെ കൊലയുണ്ട്. അപ്പൊ ഇത് പിന്നെ ഇതിലേക്ക് ഓരോന്നല്ലേ ഉള്ളൂ. അതെ. അപ്പൊ സ്ഥലം വേസ്റ്റ് ആകാണ്ട് ഇരിക്കുകയും ചെയ്യും. അതെ. ഇതിനകത്ത് ഈ സംഭവം അതിനകത്ത് നമ്മള് ജൈവവളം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 20 കിലോ ചാണകവും പശു ചാണകം 20 കിലോ വേപ്പിൻ പിണ്ണാക്കും 10 കിലോ ശർക്കരയുണ്ട്. വേപ്പിൻ പിണ്ണാക്കും മറ്റും 20 കിലോ വെച്ച്. അത് ഉണക്ക ചാണകമാണോ പച്ചച്ചാണകം? അത് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി എന്നിട്ട് ഇതിന്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് 10 കിലോ ശർക്കരയും 10 കിലോ ശർക്കര ഇതിലും ഈ 3 കൂട്ടം ഇതിനകത്തുണ്ട്. ഇനി എന്നിട്ട് നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് ഒരു ബക്കറ്റിന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എത്ര ദിവസം കഴിഞ്ഞെടുക്കാം? ഇതിപ്പോ എടുക്കേണ്ട പരുവം തെറ്റി നിൽക്കുക. അല്ല, എത്ര ദിവസമായി? ഇതിപ്പോ ഏതാണ്ട് 1 മാസം ആയി. എത്രാമ്പൊക്കെ എടുക്കണ്ട ഇത്? അത് ശരിക്കും ഒരു മാസത്തിനുള്ളിൽ എടുക്കണ്ട. 1 മാസത്തിനുള്ളിൽ ഇവനെ എടുക്കുക. ഇവനെ എടുത്തിട്ട് ഇതിന്റെ 10 ഇരട്ടി വെള്ളം ചേർക്കുക. എടുക്കുന്ന അംശത്തിന്റെ 10 ഇരട്ടി വെള്ളം 10 ഇരട്ടി വെള്ളം എടുക്കുക. എന്നിട്ട് അതായത് ഒരു 10 ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ 100 ലിറ്റർ ആക്കുക. അതാണ് അതിന്റെ കണക്ക്. അത് കൊടിക്കുമൊക്കെ നല്ലതാണോ? എല്ലാത്തിനും നല്ലതാണ്. എല്ലാത്തിനും യാതൊരു വിഷയവും ഇല്ലാത്ത. അത് ഈ മറ്റേ കടലപ്പിണ്ണാക്കല്ലേ, എല്ലാം നല്ല. അപ്പം വീര്യം കൂടുക. ഏറ്റവും നല്ല രോഗ നിവാരണയാണ് ഈ വേപ്പിണ്ണാക്കുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞിരുന്നാൽ നമ്മൾ മേടിക്കുന്ന പരസ്യങ്ങൾ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ ആയിരിക്കും സംഭവം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു രോഗ നിവാരണയാണ്. അതുപോലെ തന്നെ വേപ്പിണ്ണാക്കുണ്ട്, ചാണകമുണ്ട്, ശർക്കരയുണ്ട്. ശർക്കര പുളിപ്പിക്കാന്. അതെ. ചാണകം ഉണ്ടല്ലോ, വേപ്പിൻ പിണ്ണാക്കും ശർക്കരയും പൈസ കൊടുത്ത് വാങ്ങിക്കും. അത് അതിനകത്ത് ഇടും. ഏറ്റവും നല്ല രോഗ നിവാരണയും വളവുമാണ്. അത് എല്ലാ ചെടികൾക്കും നമ്മള് പഴയകാലത്ത് ഒരു ജീവൻടോ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കേക്കാം. എന്ത് പറഞ്ഞ പോലെ എല്ലാത്തിനും നല്ല ഉണർവ് നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.